സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയിൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ
നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. അല്പം അപ്പം വിശപ്പിനു സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. അല്പം അപ്പം വിശപ്പിനു സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. സ്ഥലം വിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ
ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരോദീസായിൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടും. ഞാൻ പേരക്കുട്ടി 2000 കല്യാണം കഴിക്കുന്നത്. ഇപ്പം 14 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ഇതുവരെ ഞങ്ങൾ
എന്നെ ഒരു വിഷമിക്കുന്ന വാക്കുകൾ പറയത്തില്ല. എന്നാൽ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും അവൾ അകത്തെ മുറിക്കകത്ത് പോയി തലത്തുണിയിട്ടില്ല. ഞാൻ അന്നേരം ചിരിച്ചോണ്ട് എന്ത് വല്ലിടുന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെന്ന് പറയും. ഞങ്ങൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പോലെയല്ല, ഒരു കൂട്ടുകാർ പോലെ ജീവിക്കും. കാരണം ഞങ്ങൾക്ക് എന്ത് സന്തോഷം. കാരണം അവൾ പറയുന്ന എന്ത് കാര്യങ്ങളും ആ മുക്തിമം കൊടുത്തിരിക്കും. കാരണം അവൾ പറഞ്ഞു കാരണം അവൾക്ക് വയ്യാത്തോളാം. ഞാനൊന്നും പറയത്തില്ല, കാരണം കേട്ടോണ്ടിരിക്കും. ചില വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറയുമ്പോൾ വയ്യാത്ത ശ്വാസം മുറിവുള്ളതുകൊണ്ട് പൊടിയെടുക്കരുത്, അരി വരാൻ പോകരുത്, തുണി എടുക്കുന്ന തുണി അത് പറയുമ്പം കുഴപ്പമില്ല ചായ എന്ന് പറയും. ഞാൻ എന്നാൽ ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ അവളുടെ അടുത്തേക്ക് വരും. അവൾക്ക് എന്നെ ഏത് സമയത്തും അവിടെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കണം. കാരണം ഞാൻ ജോലി സ്ഥലത്തുനിന്ന് 6 മണി കഴിഞ്ഞ് 6 കഴിഞ്ഞ് അടച്ചിട്ട് ഇറങ്ങുമ്പോൾ 7 മണിയൊക്കെ ആയി കഴിയുമ്പം ഞാൻ നേരത്തെ ഇറങ്ങി പോരുമ്പം അവൾക്ക് നിർബന്ധം 7 മണിക്കാകും വീട്ടിൽ വന്ന് കയറിയേക്കണം. 7 മണിക്കാകും വീട്ടിൽ കയറില്ലെങ്കിൽ നമുക്ക് ദേഷ്യമാണ്. 6:45 എന്നെ ഫോൺ വിളിക്കും. ഞാൻ എടുക്കത്തില്ല. ആദ്യത്തെ വൈദ്യുതി എവിടെയാണെന്നറിയാം, വണ്ടി ഓടിച്ചിട്ടിരിക്കും, എടുക്കത്തില്ല. രണ്ടാമതും ബെല്ലടിക്കും, ഞാൻ എടുക്കത്തില്ല. മൂന്നാമതും ബെല്ലടിക്കുമ്പോൾ ഞാൻ എടുക്കാൻ പറയും ഐ ലവ് യു ബേബിക്കുട്ടി എന്ന് വിളിച്ചു പറയും. വേറൊന്നും ഞാൻ പറയത്തില്ല. എന്നാൽ അവൾ ചിരിച്ചോണ്ട് കട്ടില്ല. സമാധാനമായി എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അതിന് ഞാൻ ചിലപ്പോൾ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണെങ്കിൽ അവരെ കൂടുതൽ പോവുകയാണെങ്കിൽ തട്ടിപ്പവർ കൊടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ എയർപോർട്ടിൽ കെട്ടിച്ചേറ്റും. ചിലപ്പോൾ 9:30 ആവും. ഞാൻ ഇവിടെ വിളിക്കത്തില്ല. കാരണം വിളിച്ചാൽ അവർക്ക് അച്ഛനും വേണം. ഞാൻ 9:30 ആവുന്നവരെ അവൾ ഡൽഹിയുടെ ഇങ്ങനെ കട്ടം മാറ്റി നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ വിടുന്നുണ്ടോ എനിക്കത് കാലം ഇറങ്ങുമ്പോൾ അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്ന കാണുമ്പോൾ അവിടെ ഓടി ഡോർ തുറന്നിട്ട് കട്ടം തന്നെ അർത്ഥം മുറിക്കാതെ കൂടിയിട്ടിരിക്കും. മോൻ വീർപ്പിച്ചിരിക്കും, തെക്കോട്ട് നോക്കിക്കൊണ്ട്. ഞാൻ കഥ തുറന്നു വരുമ്പോഴേ വിളിക്കും ബേബിക്കുട്ടി ഐ ലവ് യു. അന്നേരം ചിരിക്കുന്നതാണ് അവിടെ. ഞങ്ങൾ അത്രയ്ക്ക് കാരണം എന്നെ കാണുമ്പോൾ വെളിയിടുന്ന പരലാപ്പിള തുള്ളി കളിക്കും. അവർക്ക് എന്നെ അടുത്ത് വന്ന് ഇപ്പം അടുക്കള കിച്ചണി പണിയുവാണെങ്കിൽ എന്നെ വിളിക്ക് അടുത്ത് നിൽക്കാൻ പറയും. അടുത്ത് നിന്ന് അവൾ പണിയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് തന്നെ അവളെ വീട്ടിൽ പോയാലും അവളെൻ്റെ അടുത്ത് വന്ന് ഇരിക്കത്തുള്ളൂ. കാരണം എന്നും അവളുമായിട്ട് അത്ര സ്നേഹമുണ്ടായിരുന്നു. ഞാനും വഴക്കൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് എന്നോടൊരു വഴക്കവുമില്ല. ഞാനടി ബേബിക്കുട്ടി നിനക്ക് പ്രയാസമാണ്. ഈ കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് ഭയങ്കര പ്രയാസമായിരുന്നു. അവിടെ പ്രയാസം ദൈവം തമ്പുരാനും എനിക്കും അവൾക്കും അറിയത്തുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ 1 മാസം 2 മാസമായിട്ട് മിക്ക ദിവസം നമ്മുടെ LIJ കൊണ്ടു നോസോറിൽ അവിടെ അവർക്ക് പ്രയാസമാണെന്ന് ഇപ്പം പ്രയാസമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ പോയാൽ എപ്പോഴും മരുന്നുമായിട്ട് നിൽക്കുക. ഒരു മരുന്ന് കാലയിലുണ്ട്, ഒരു മരുന്ന് അടുക്കളക്കകത്ത് വെച്ചിട്ടുണ്ട്, ഒരു മരുന്ന് ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്, പിന്നെ അമ്മാമ്മയുടെ മരുന്ന് വേറെ. ഇവിടെ പോയി നിൽക്കുക. പണ്ടൊക്കെയാണ് നമുക്ക് യാതൊരു കുഴപ്പമില്ല, സുഖമായിട്ട് അവിടെ കാലം ഇറങ്ങി പോവായിരുന്നു. ഇപ്പം കാലം നടക്കുമ്പോൾ വയ്യ. എന്നപ്പോൾ അച്ഛാ എനിക്ക് വയ്യ, ഈ പ്രയാസമാണ്, കുഴപ്പമില്ല, ഞാൻ ധൈര്യം കൊടുക്കും, നീ പേടിക്കും, നമ്മുടെ നാളെ എനിക്ക് വരുമല്ലേ പക്ഷേ മാറും. അപ്പോൾ ഇപ്പോൾ മരുന്ന് എടുത്തിട്ട് മരുന്നൊക്കെ എടുക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് അന്നേരം മനസ്സിലായി സംഗതി ഗൗരവമാണ്. ഞാനിവിടെ കൂടെ എപ്പോഴും നിൽക്കും. ഞാൻ ഇവിടുന്ന് പറഞ്ഞ നാട്ടിൽ പോകണമെന്ന് ഞാൻ നാട്ടിൽ പോകണമെന്ന് പറയാൻ അവൾ നോക്കിയിരിക്കുക. അവൾ പറഞ്ഞു പറഞ്ഞാൽ നാട്ടിൽ പോകും. ഞാൻ ഡിസംബർ 3-ാമത്തേക്ക് പോകാൻ റെഡിയായിരിക്കുക 1 മാസത്തേക്ക്. അത് പറഞ്ഞു ക്രിസ്മസ് നാട്ടിൽ കൂടിയിട്ട് ജനുവരി ബസ് നമ്മൾ ചർച്ച കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവർക്ക് ഇത് വരെയായിട്ട് എന്നെ അവൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടോ എന്നെ വേദനിക്കുന്ന വാക്കുകളോ ഞാൻ പറഞ്ഞെങ്കിൽ അവൾ കാര്യമാക്കത്തില്ല. ഞാൻ അത് തന്നെയല്ല അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അവളുടെ ജീവിതത്തിൽ എൻ്റെ കാര്യത്തിൽ 2 പ്രാവശ്യം ദേഷ്യപ്പെട്ട് കണ്ടുള്ളേ. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഞാൻ അവളോട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ തട്ടിലെ സഹോദരനെ കുറിച്ച് ഒരാൾ ചെറുതായിട്ടൊരു മോശമായ അഭിപ്രായം പറഞ്ഞു. ഇവിടെ ചാടി കസർത്തി ചെയ്യുന്നു. എൻ്റെ സഹോദരന്മാരെ പറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയാൻ സഹോദരന്മാരെ പറ്റി ഒരിക്കലും പറയാം. ചർച്ചിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ചർച്ചയിൽ ആരെ പറ്റി പിന്നെ പറയുന്നവൾ കേട്ട് അവർക്ക് ദേഹം ബാക്കി വന്ന് നിങ്ങൾ അവരെ പറ്റി പറയാതെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ മറുപടി ഇടാൻ പറഞ്ഞു. അതൊന്ന് 2-ാമത്തെ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ദുബായ് എയർപോർട്ടിൽ വന്നു. ദുബായ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ നിൽക്കുക. ഞങ്ങൾ വീൽ ചെയറിലാണ്, നമുക്ക് വീൽ ചെയർ എടുത്തില്ല വരുന്നത്. വീൽ ചെയർ എടുത്ത് വന്നപ്പം ഞാൻ സാധനം വിളിക്കാൻ വേണ്ടി കടയിൽ കൊണ്ട് കയറി. കടയിൽ കൊണ്ട് കയറി ഞങ്ങൾക്ക് 11:30 ഫ്ലൈറ്റ്. അതിൽ ഇവൻ വന്നിട്ട് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് വരുന്നില്ലേ, ഞങ്ങൾക്ക് പോകണം, നിങ്ങൾ നോക്കിയിരിക്കാൻ സമയമില്ലല്ലോ.
ഞാൻ അവിടെ ഇറങ്ങി വരുക. ഇവൻ എൻ്റെ നേരെ പറയുന്നതല്ല അവർക്ക് തോന്നി. ഇവിടെ ആദ്യമായിട്ട് അവർ രതിയുടെ കാര്യം നോക്കും. നീ പൊക്കോ, ഞങ്ങൾ വേണ്ടത് ഈ ഫൈറ്റ് വരുന്നില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. എന്നോട് വെച്ചാൽ നമുക്ക് അടുത്ത കടയിലോട്ട് പോകാൻ പറഞ്ഞു. ഇവിടെ തട്ടിയിട്ട് അടുത്ത കടയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നോട് വെച്ചാൽ നമ്മുടെ ബോർഡിംഗ് പാസ് ഉണ്ട്, പേടിക്കാണ്ട്, എന്നോടിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ പോകത്തില്ല, ബോർഡിംഗ് പാസ് നമ്മുടെ ഇരിപ്പുണ്ട്, ഇവൻ പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ കറങ്ങി ട്രെയിനൊക്കെ കയറില്ല. 2 പ്രാവശ്യം ദേഷ്യപ്പെട്ടവിടെ കണ്ടുള്ളൂ. പിന്നെ അവിടെ ദേഷ്യപ്പെട്ടാൽ കണ്ട ചർച്ചയാരെ പറഞ്ഞാൽ അവർക്ക് പ്രയാസമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യമുണ്ട്, ലീലാമ്മയൊന്നും പറയാം. അമ്മാമ്മയെ പറയുമ്പോൾ അവർക്ക് വേദനയാണ്. കാരണം ഞാൻ കഴിഞ്ഞ അമ്മാമ്മയ്ക്ക് പ്രയാസമായി കിടന്നപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഓടി ഉച്ചയ്ക്ക് വരുമ്പം ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എൻ്റെ ജീവൻ എടുത്തിട്ട് അമ്മാമ്മ ജീവൻ കൊടുക്കണേ. ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ അധികാരമില്ല. യഹോവയാണ് ജീവൻ തരുന്നതും എടുക്കുന്നതും കൊടുക്കുന്നതും. ആയുസ്സിൽ നീക്കുമ്പോൾ യഹോവയ്ക്കുള്ളതെന്ന് വചനം വിളിച്ചു പറയുന്നുണ്ട്, നമുക്ക് പറയാൻ അധികാരമില്ല. അവിടെ പ്രാർത്ഥിക്കല്ല. എന്നോട് പറയുന്നത് അച്ഛാ എൻ്റെ ജീവൻ എടുത്ത് അമ്മാമ്മയ്ക്ക് ജീവൻ കൊടുത്താൽ മതി. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അമ്മാമ്മയ്ക്ക് സംഭവിക്കില്ല. അമ്മാമ്മ പോയ എല്ലാം പോയി. അമ്മാമ്മയാണ് ഞങ്ങൾ എത്രത്തോളം, ഞങ്ങളെല്ലാം ഈ കുടുംബം ഞങ്ങൾ നേരെയാക്കി അമ്മാമ്മയാണ്. അമ്മാമ്മയ്ക്ക് സംഭവിക്കില്ല, അമ്മാമ്മയ്ക്ക് സംഭവിക്കില്ലെന്നാ അവൾ പറയുന്നത്. അത് ഞാൻ എപ്പോഴും പറയുമ്പോൾ അത് അമ്മാമ്മ പറഞ്ഞ് എപ്പോഴും കരയാൻ സമയമുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കരഞ്ഞോട് ഏത് സമയം കണ്ട. ഇവർക്ക് രാവിലെ 10 മണിക്ക് പ്രാർത്ഥന ചെയ്തു അമ്മാമ്മയോട് കരയും, 12 മണിക്ക് കരയും. ഏത് സമയം അമ്മാമ്മയ്ക്ക് ഓർത്ത് കരയുക. ഞാൻ കരയാതെ അമ്മാമ്മ ഇന്നലെ നാളെ സുഖം പ്രാപിക്കും, അമ്മാമ്മ ആള് ഒരു പ്രശ്നമില്ല വരും. എന്നാൽ ഞാൻ അത് തന്നെ പറഞ്ഞു. ഇവർക്ക് ഇവിടെ കരയുമ്പോൾ ശ്വാസം കൊണ്ട് കൂടുതൽ എനിക്കറിയാം. അങ്ങനെ അത്ര സന്തോഷമായിട്ട് അവള് അമ്മാമ്മയെ സ്നേഹിച്ചു, അതിലുപരി എന്നെ സ്നേഹിച്ചു, ഞാൻ ഒന്നും പറയത്തില്ല. കാരണം അവർക്ക് മിണ്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഈ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും കേൾക്കാത്ത പറ്റിരിക്കും. അവൾ വന്ന് എന്നെ കാണുമ്പോൾ 2 കുത്തൻ്റെ വേഗം തരും. എപ്പോൾ കണ്ടാൽ 2 കുത്ത് തരും. 3ാമത്തെ കുത്ത് മേടിക്കാൻ അവൾ ചെടി നിന്ന് കൊടുക്കും. ഈ അവസ്ഥയിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അത്ര സ്നേഹമായിട്ടാണ് കൊണ്ടിരിക്കുന്നത്. അതാ എനിക്കോട് ഇത്രമാത്രം സ്നേഹം. നമ്മളെല്ലാ ഭാര്യ ഭർത്താക്കന്മാരോട്ട് 16 വർഷമായിട്ട് 4-5 വർഷം കഴിയുമ്പോൾ ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കാണുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾ ഈ 16 വർഷമായിട്ട് ഞാൻ കൂട്ടുകാരെ പോലെ ഏത് സമയത്ത് ഞാൻ എന്നോട് എൻ്റെ ദേഹത്തൊന്ന് ഇടിക്കാനും എന്നെ തൊഴിക്കാനും സമയമുള്ളൂ. മുട്ടുകാല സമയം എന്നെ ചെയ്തോണ്ടിരിക്കണം. അവൾ അടുക്കളയിൽ കിച്ചണിൽ വരണം. അവൾ എവിടെ പോകുന്ന അവിടെ പോയി നിൽക്കണം. അവിടെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അത്ര സ്നേഹമായിട്ട് ഞങ്ങൾ പോകുന്നു. അത് തന്നെയല്ല, അവൾ ഏത് സമയവും പ്രാർത്ഥനയാണ്. കാരണം എനിക്ക് ഏറ്റവും പറയാനുള്ള കാരണം സൺഡേ എന്നോട് ചായ കൊടുക്കുക മോശം ആരാധന കൊടുക്കരുത്. ഈ ശനിയാഴ്ച ഒരു കാരണവശാലും ആരാധന കൊടുക്കരുത്. കാരണം വചനത്തിൽ പറഞ്ഞ ആരാധന നമ്മൾ മാത്രമാണ്, വേറെ ആരുമില്ല. തോന്നണം. അതുകൊണ്ട് ഒരിക്കലും ലോകത്തെവിടെ പോയാലും ആരാധന കൊടുക്കരുത്. ദൈവത്തിന്റെ പാതകൂടല ചെല്ലുന്നത് ദൈവമായിട്ടുള്ള നേരിട്ടുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ആരാധന കൊടുക്കരുത്. ശനിയാഴ്ച 5 മണിയാകുമ്പോൾ എന്നെ വിളിച്ചു, അച്ഛാ മീറ്റിംഗ് സമയമായി 5 തൊട്ട് വിളിക്കുമെന്നെ. 5 മണിന്നുള്ള പറഞ്ഞെങ്കിലും 6 എടുത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് മീറ്റിംഗ് ഇവിടെ ഉടുപ്പ് എടുത്ത് വെച്ച് നിക്കറും എടുത്ത് വെച്ചാൽ ഇടിയിപ്പിച്ചിട്ടാണ്. ഇതുവരെ ഞാനൊരു ഷർട്ട് എടുത്തിട്ടില്ല ജീവിതത്തിൽ. അമേരിക്ക വന്ന് ഷർട്ട് ഞാൻ കയ്യിലെടുത്തില്ല. അവള് ദിവസവും പോയി 2-3 ഷർട്ട് എടുക്കും. എന്നെ മുറിക്കകത്ത് എനിക്ക് എന്നേക്കാൾ വലുപ്പത്തിൽ ഷർട്ടും മുന്നിൽ കിടപ്പുണ്ട്. ഞാൻ പോരുന്നതിന് അന്ന് തന്നെ ഞങ്ങളുടെ ഞായറാഴ്ച ചർച്ച കഴിഞ്ഞ് BJC പോയിട്ട് ഒരു വെളുത്തുള്ളി പൊടി എടുത്തു, ചെറുതേനും എടുത്തു. ഞങ്ങൾ പോയ സാധനം കിട്ടിയില്ല. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. നമ്മൾ വെച്ചാൽ വെച്ചാൽ എന്നിട്ട് ഞാനിടെ ഇറങ്ങുമ്പോൾ അച്ഛാ ഞാൻ പോവും. ഒന്നിൽ പോകുന്നതല്ല, ഇല്ല ജീവിക്കണം. കാരണം എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ വേണ്ടി ഇതൊക്കെ എല്ലാവർക്കും ശ്വാസം മുതലുണ്ട്, നീ ഇതൊക്കെ പറയാം. അത് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കാറ് എടുത്ത് വന്ന് ഇവിടെ ഇരുത്തിക്കൊണ്ട് വീട്ടിൽ വന്ന് ഊണും കഴിഞ്ഞിട്ട് ബെർലിനിൽ പോയി ഒരു ചെരുപ്പ് എടുത്ത് ഇവിടെ സമ്മതിക്കത്തില്ല. കോട്ടൺ ഷർട്ട് കിടക്കുന്ന 24 ഷർട്ട് 699 അച്ഛൻ ഇതെടുത്തു. കാരണം ഈ ഷർട്ടിന് ആലുക്കാസിൽ 5000 രൂപ വിലയാണ്. അച്ഛൻ നാട്ടിൽ പോകാൻ ഇടാം. കാരണം അവർക്ക് ഏത് സമയത്ത് ഷർട്ട് മാറണം പാൻറ്റ് മാറണം എന്ന് പറഞ്ഞ് എന്നെ മാറിക്കൊണ്ടിരിക്കുക. ഞാനെടുത്തില്ല. അവിടെ തേച്ചു സൺഡേ രാവിലെ 7 മണിയാകുമ്പോൾ തേച്ച് ഷർട്ടും കൊണ്ടുപോയിട്ട് പള്ളി പതർച്ചി പോകണം. 7 പണ്ട് ഞങ്ങളാണ് ഏറ്റവും കത്തിൽ ആദ്യം പൊക്കൊണ്ടിരിക്കുന്നത്. ബാഡൂർ ചർച്ച ഞാൻ ആദ്യം തുറക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഏറ്റവും താമസിച്ച് ചെല്ലുന്നത്. അതുകൊണ്ട് ഇന്നും പറയുക ചർച്ചിൽ നമ്മൾ നേരത്തെ ചെല്ലണം. നമ്മൾ ദിവസത്തിൽ ചെല്ലുക. ചുമ്മാ തമാശ കഴിയൊന്നുമല്ല. എന്നാലും ഞാൻ 9:00 വിട്ടാൽ 10 അടുക്കാൻ നമ്മൾ ചെല്ലും. ഞങ്ങൾ ആരാധന മുടക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇവിടെ അല്ലേ എവിടെയാണെങ്കിലും ദൈവത്തെ ആരാധിക്കണം. എൻ്റെ വലിയവനായ ദൈവത്തെ ആരാധിക്കണം. അത് പറഞ്ഞുകൊണ്ട് ഏത് സമയം ചെവിയിലോട്ട് മന്ത്രം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ആരാധന മുടക്കരുത്. കാരണം ഒന്നേലും വലിയ മുടക്കരുത്. കാരണം അത് വലിയവനായ ദൈവം നമ്മൾ ആരാധിക്കുന്നത് പറഞ്ഞു.
ദൈവത്തെ മഹത്വപ്പെടുന്ന എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കും. അവൾ എപ്പോഴും പാടുന്ന പാട്ടാണ് ജെയിംസ് താങ്ങും കാര്യങ്ങളിൽ ഞാൻ കേൾക്കാം. ഞങ്ങൾ രാവിലെ 6 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇത് പാടും. പിന്നെ അത് കഴിഞ്ഞ് അവൾ ഒറ്റയ്ക്ക് പ്രാർത്ഥനയുണ്ട്. ഞാൻ പോകാൻ നേരത്ത് പ്രാർത്ഥിക്കും. പിന്നെ അവിടെ 124 സങ്കീർത്തനം വായിക്കാറുണ്ട്. എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു ഈ സഹായം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു ഈ സഹായം എവിടെ നിന്ന്? അത് പ്രാർത്ഥിക്കും. അവൾക്ക് എന്നെക്കുറിച്ച് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഇങ്ങനെ ജീവിക്കുമെന്നായിരുന്നു. ഞാൻ ജീവിക്കും, ഞാൻ കോട്ടയക്കാരനാണ്, എനിക്കത് ജീവിക്കാറില്ല, നീ ഒന്നും എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ കോട്ടയത്ത് ജനിച്ചെങ്കിൽ ഞാൻ ജീവിക്കും. അതൊന്നും അല്ല അച്ഛാ, അമേരിക്ക വേറെയാ, ഇതൊന്നും അവിടുത്തെ കഴിവ് നടക്കത്തില്ല, നീ പേടിക്കേണ്ട, വലിയവനായ ദൈവം എന്നെ നടത്തുന്നു പറഞ്ഞു. എന്നെ ദൈവം എന്നെ നടത്തും, മഹത്വമുള്ള പിതാവ് എന്നെ നടത്തും ഞാൻ പറഞ്ഞു. അത് മാത്രം അന്നും ഇന്നും ഒറ്റ വാക്ക എൻ്റെ ദൈവം നടത്തുമല്ലേ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെങ്ങനെ തള്ളിക്കളഞ്ഞാലും എൻ്റെ വലിയവനായ ദൈവത്തെ ഉപേക്ഷിക്കുക. കാരണം ഞങ്ങൾ 3 നേരം ദൈവത്തെ വിളിച്ച് ഉപേക്ഷിക്കുക. ആ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഇവിടെ ഉപേക്ഷിക്കത്തില്ല ഞാൻ വിശ്വസിച്ചു. കാരണം അവൾ നിത്യത എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു സമയത്ത് കാണും. ഇന്നലത്തെ വചനം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് കരയുന്നു? എൻ്റെ സുവിശേഷം പറഞ്ഞ പോലെ എന്തുകൊണ്ട് കരയുന്നു? സ്തോത്രം ചെയ്യും, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിത്യതയിലെത്തി ഇനി അവളെ കാണാനുള്ള പ്രത്യാശ നമുക്കുണ്ട്. ഇന്നലെ നാളെ നമ്മൾ പോകേണ്ടവരാണ്. കർത്താവ് വരാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. Thank you, dear families who have shared this morning. As the memories are fresh in your mind, you have given a portion of it to us for us to reflect and remember. May it be honoring to the God. We will have a song this morning. Shall we sing song number 3? And after that we'll go into the Lord's Word. Shall we sing song number 3? There's land that is fairer than day, and by faith we can see it far. And my question is, are you able to see it by faith? There's a land that is fairer than day, and by faith we can see it afar. For the Father waits over the way to prepare us a dwelling place there. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. We shall sing on that beautiful shore the melodious songs of the blessed, and our spirits shall sorrow no more, nor is sigh for the blessing of rest. In the sweet by and by, we shall meet on the beautiful shore. In the sweet by and by, we shall meet on the beautiful shore. To a bountiful Father above, we will offer a tribute of praise for the glorious gift of His love, and the blessings that all our days. In the sweet by and by, we shall meet on the beautiful shore. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on the beautiful shore. In the sweet by and by, we shall meet on the beautiful shore.
request Brother Kane John, Kenton Uncle from Florida, who will share the Word of God this morning with us. Please stay back to listen to the Word of God till it ends. A few years ago, a young man, college student in Chicago, son of a very dear brother in the assembly, suddenly he was killed, plunging the entire family into deep sorrow and pain and anguish. I rushed to Chicago to attend the funeral and to conduct it. At that time I wanted to sing, I sang a stanza of this hymn that many of you might know very well. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, ഉള്ളൊരുകി കരയുമ്പോൾ താൻ ചാരയുണ്ട്. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, ഉള്ളൊരുകി കരയുമ്പോൾ താൻ ചാരയുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്കായും കർത്താവുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്കായെന്നുരച്ച കർത്താവുണ്ട്. അല്പനാളീ ഭൂമിയിലൻ ജീവിതത്തിൽ അല്പമല്ല ശോധനകൾ നേരിടുകിൽ, അല്പവും തളരുകില്ല, ഭീതിയില്ല. ചിൽ പുരുഷൻ മാറ്റുമെല്ലാം നന്മയ്ക്കായി, അല്പവും തളരുകില്ല, ഭീതിയില്ല. ചിൽ പുരുഷൻ മാറ്റുമെല്ലാം നന്മയ്ക്കായി. May the wonderful name of our God be praised. Brother Shibu, that was more than a great sermon, a sermon that truly touched the very core of the hearts of the people in this audience. My wife, who is sitting in the audience, her great uncle was a godly man, maintaining a testimony for the Lord. His 3 sons are here, Brother Manu, Brother Babu, and Brother Alan. As soon as we heard this news while we were attending the conference in Indianapolis, we very much wanted to come just to join in the grief and the sorrow of these dear ones. Ever since dear Baby Kuti came to this country, though we lived so far away and yet many times had the opportunity and the privilege of coming and going to their home and enjoying their hospitality. And as all of us have heard, she had that beautiful smile. Look at that picture, how could we ever forget that? And also such a modest person with no exaggeration. Why, what happened? Why she was taken away? That's a question we all tend to ask when our loved ones are taken from us, whether they are young or middle-aged or old. We don't have the perfect answer except what the Lord Jesus said. And I have spoken on that a couple of times during funeral services, but there is not going to be a sermon on that. Taken from that wonderful high priestly prayer of the Lord Jesus, found in John's Gospel chapter 17. And this is what he said to the Lord Jesus before he ascended to heaven, went to the cross and then ascended to heaven. Verse 24 of John's Gospel chapter 17. Father, I desire that they also, whom you have given me,
may be with me where I am, that they may behold my glory, which you have given me. For you loved me before the foundation of the world. Go home, go to the chapter, read that entire chapter last night in our family prayer, and this morning in my own personal reading, I read that. Here is the Lord Jesus Christ. This is the one prayer that he prayed for himself and for his people in a special way, his disciples. And he looked up to heaven and he told his Father, among the many things, he said, I have manifested thy glory, I have given them thy word, I have manifested thy word, and so many other things. And finally, when he comes to this particular passage, he says, Father, I desire that they whom thou hast given me might be with me. You know why he is taken? The Father desired that. Although it has plunged all of us into deep sorrow, yet the Lord found the right time to call his dear child into his august presence. No matter how busy we are, how pressing our problems, how overwhelming our circumstances, a day is coming when Christ shall return. That is what the true believers in the Lord Jesus. Yesterday we have heard from these great servants of God. I don't want to go into anything that they said in order to repeat. But that passage which our dear brother read this morning from 1 Thessalonians chapter 4, I would like to read that again to have a glimpse of what is going to happen or what is the future of the believers, and then I will sit down. This is a very familiar passage. Merely in every funeral services, the pastors or the ministers, they read them. Paul says, but I do not want you to be ignorant. Answer to the question that they sent to the apostle. Brethren, concerning those who have fallen asleep, lest you sorrow as others who have no hope. No time to describe what it is. You can very well see what the meaning of the apostle is. Death is truly grievous. It is sorrowful. We all have gone through that. We were 7 in my family. 4 brothers and 2 sisters, and then myself. And after my parents have gone to be with the Lord, one by one, all of them have gone into the presence of God. And I quote the verse of Job, says, I only am left. Death is truly sorrowful. Whether it is to a believer or an unbeliever, the only difference is the unbeliever will go on grieving and they find no comfort, no joy, no hope. And then he says, for if we believe that Jesus died and rose again, even so God will bring with him those who sleep in Jesus. These are all wonderful truths in the scripture. Sleep in Jesus. She is sleeping in Jesus. She slept. Of course, we use the word died because that is easy for everybody to understand. For this we say to you by the word of God, or on the authority of the word of God, that we who are alive and remain until the coming of the Lord will by no means precede those who are asleep. For the Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air. And thus we shall always be with the Lord. Therefore, comfort one another with these words. Powerful messages have been brought to us in the past in our churches and the places. Last night was no exception. You heard the clear presentation of the gospel.
we heard what exactly death is. Our brother alluded to the physical death, the spiritual death, the physical death, and the second death, the final separation from the eternal God. And the answer to all those is the fact that the Lord Jesus, God's only holy begotten Son, left to the glories of heaven, came to this world just because God showed His mercy to you and to me. He loved us, loved you, and loved me. He never committed anything that was wrong. Yet, in my place, in your place, He stood in between heaven and earth, carrying your sin, my iniquity, my trespasses, and then finally offering Himself as the one and acceptable, one and only acceptable sacrifice before the holy God. The sinless one, the perfect one, the righteous one, came to this world. As the Bible says that He who knew no sin was made sin for us that we might be made the righteousness of God in Him. Wonderful news, isn't it? Because of the death of the Lord Jesus and the resurrection of the Lord Jesus Christ, anyone who is convicted of his sin, who knows that he is on the way to hell, but at the same time turning to God, repenting, acknowledging his sins and repenting of his sin and asking God or the Lord Jesus to come into his or her life, that instant, that person is forgiven, made a child of God, just as dear Devahuti in one day when she opened her heart to the Lord Jesus and she was saved. I wish I could stand here and say for a long time about this, but then we all know that here Paul introduced something that is special revelation in this particular passage. He says that the dead believers will rise first. Christians who are still alive on earth will rise next. Everyone, the living and the dead, meets together with Christ in the air, believers. Then eternity begins. Wonderful, isn't it? In this particular passage, in these few verses, there are a few things only I will mention them. It says that Christ, concerning those who have fallen asleep, he says that if we believe that Jesus died and rose again, then so God will bring with Him those who sleep in Jesus. There is going to be a reunion. Christ is going to come. A reunion. Sitting there, I was wondering about my own siblings, as I mentioned. I have not seen them for a long time now. But there is going to be a Christ will descend, there is going to be a reunion. Second, verse 16, it says that for the Lord Himself will descend. There is the return of the Lord Jesus. He came, He died, He rose again, and He went back to heaven, but then He said that I come. And when we all know the passages in the book of Revelation, several times repeated again and again, saying that, behold, I come, and I come quickly. And the book ends almost with the longing and the desire of the Lord Jesus, saying that I come quickly. And the response of the church was, come, Lord Jesus. Which means the Lord Jesus Christ has greater earnestness and desire to come back to receive us than the desire that we have to meet with Him. So the first point is the reunion of believers. വിശ്വാസികളുടെ ഒന്നിച്ചുള്ള ഒത്തുചേരൽ. And the return of Christ, ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അല്ലെങ്കിൽ ആഗമനം. Third thing in verse 16 is the dead ones in Christ shall rise. There is a resurrection. പുനരുത്ഥാനം. Oh, wonderful. In a few little while, we are going to take this casket and we are going to bury it in the earth, dust to dust. We may not be able to see the physical side of dear Devahuti anymore while we are here. There is going to be a resurrection. Great subject in the scripture. This is all
this all could be understood by true believers in Jesus Christ. Those whose sins are forgiven, those who are on their way to heaven. Fourthly, it says that those who are living, they shall be caught up together, the rapture. We all have heard of that word. Christ will descend, the dead ones will rise, and the living ones will be caught up, will be raptured from this wicked, sinful earth. This, our dear sister, is going to rise, and immediately following that, the living believers, including Shibu, will be caught up by the Lord Jesus. Verse 18 says, comfort one another. Why? Because there is going to be a rest. ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് നമ്മ അങ്ങോട്ട് പോകുമ്പോൾ വിശ്രമം. Beautiful, isn't it? She never had that rest. We heard the testimonies. We saw the sobbing. We saw the cry. How much she said, I'm painful, pray for me. And we all at one time or another undergo these difficult situations in our daily journeys. But it is going to be over. Rest. After the day's work, we come home in order to lie down on our bed, maybe after a cup of tea. Ah, wonderful. We were in the conference. From there we had to go back to Florida because the next day we had to come here. Once we reached there, it was such a rest for a little while. There is going to be a rest. Verse 18, there is going to be such a rejoicing. Rejoicing. Now we are grieving. Now we are sad. Now we are mourning. Now we are sobbing. We saw that literally on the face of Shibu, and on every eye, not a one single eye is dry here. When the trumpet shall sound, when the Lord shall descend, this body that we are going to bury in this earth, out from the grave, she will rise. Not in this difficult situation of the body, but on the other hand, she will come with a beautiful, resurrected, glorious body. You and I also will receive a body like that. And then we shall not only be got up together, but we are going to be with the Lord forever and forever. Hallelujah. Praise the name of the Lord. There was a great servant of the Lord. He was almost at the point of death. And then he wrote this to a very dear servant of the Lord. He lived a long time ago. He said the late Harry Rimmer penned the following letter to Charles E. Fuller of the old-fashioned revival hour, shortly before his death. Please listen. Next Sunday you are to talk about heaven. I am interested in that land because I have held a clear title to a bit of property there for over 50 years. I did not buy it. It was given to me without money and without price, but the donor purchased it for me at a tremendous sacrifice. You know the meaning of that. I'm not holding it for speculation. It's not a vacant lot. For more than half a century, I have been sending materials out of which the greatest architect of the universe has been building a home for me, which will never need a remodeling or repairs because it will suit me perfectly, individually, and will never grow old. Listen, termites can never undermine its foundation, for it rests upon the rock of ages. Fire cannot destroy it, floods cannot wash it away. No lock or bolts will ever be placed upon the doors, for no vicious person can ever enter the land where my dwelling stands, now almost completed and almost ready for me to enter in and abide in presence, in peace eternally, without fear of being rejected.
There is a valley, listen, of deep shadow which she has gone through. Between this place where I live and that to which I shall journey in a very short time, I cannot reach my home in that city without passing through that valley. Psalm 23. But I am not afraid, because the best friend I ever had went through the same valley long, long ago and drove away all its gloom. He stuck with me through thick and thin, just as he